ദൈവമേ, അതാ പ്രിൻസിപ്പൾ അച്ഛൻ. ആ ഇപ്പൊ കാണും. സ്കൂള് കട്ടിയാനുള്ള ധൈര്യം പോലും ഇവനില്ലല്ലോ കർത്താവേ. നമുക്ക് തിരിച്ചു പോടാ. അവിടെ നിന്ന് മൂങ്ങ താളക്കണ്ട കഴുതേ. പ്രിൻസിപ്പൾ അച്ഛൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നു. ആ കണ്ടു കാണും. നമ്മളെയല്ല, നിന്നെ. അതേടാ, എന്നെയാ കണ്ടത്. പോരെ, ഞാനീ വക പോക്കിരിത്തനങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്യില്ലെന്ന് അച്ഛന് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ക്ലാസിക്കൽ ക്യൂബ്സ് ടീച്ചർമാർ നമുക്കിട്ടിരിക്കുന്ന ഓമന പേര് കൊള്ളാമല്ലേ? നമ്മുടെ ആ ക്ലാസ് ലീഡർ ജമ്മനില്ലേ, അവനാ ഇതൊക്കെ സാറുമാരുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നത് തൊഴുത്തി കുത്തി. നീ വൈകേണ്ട, നാളെ തന്നെ ഏതെങ്കിലും മുതൽ ചേർത്തേക്കാം. എന്താടാ? പിന്നെന്താ വെച്ചു, ഏതായാലും ഇന്നാ നീരുട്ടിയുടെ ട്യൂഷൻ ക്ലാസ്സിൽ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കാൻ നമുക്ക് മാത്രമായിട്ട് ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ച് നന്നായി. നീ എന്താടാ സ്റ്റീഫ വല്ലാണ്ടിരിക്കുന്നത്? സുഖമില്ലടാ? എന്തു പറ്റിയടാ? പറയും വച്ച എന്താ? ഇതിൽ വെച്ച് വരുന്ന വഴിക്ക് മീനാക്ഷി എന്നെ തന്നെ ശ്രദ്ധിക്കായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? നിനക്കിഷ്ടമല്ല ഇനി നിന്നെ ശ്രദ്ധിക്കരുത് ഞങ്ങൾ അവളോട് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു. എങ്ങനെ? ഇഷ്ടമല്ല, ഇഷ്ടമാടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു നോക്കിലൂടെ പോലും എൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഇത് കൊച്ചു പിള്ളേരെ പോലെ ധൈര്യമില്ലെങ്കിൽ പണിക്കൊന്നും ഇറങ്ങരുത്. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി ഞാൻ നമ്മളിട്ട് വരാം. രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവനാ. ഒരു ഷണ്ണൊക്കെ വെച്ചിട്ടുണ്ടോ അവനെ? ഇവിടെ കിടക്കണ രക്ഷപ്പെട്ടോ സ്റ്റീഫ? എല്ലാത്തിനും കാരണം അവളാ. ഞാൻ അന്നേ പറഞ്ഞത് അതൊന്നും വേണ്ട. എന്താടാ? എന്തിനാടാ എന്റെ പെങ്ങളെ പറയാൻ നടക്കുന്നത്? ഒന്നുമില്ല. നീയൊക്കെ ഇവിടുന്ന് രണ്ടു കാര്യം പോകത്തില്ല, അല്ലെങ്കിൽ എന്നെ തല്ലി തോപ്പിച്ചിട്ട് നീയൊക്കെ ഇവിടുന്ന് പോകും. തല്ലടാ തല്ലടാ. തല്ലാൻ പറഞ്ഞാ നീയൊക്കെ തല്ലോടാ. നിന്റെ അടുത്തൊക്കെ ഒരു തമാശയും പറയാൻ പറ്റത്തില്ലേ? എന്റെ അടുത്ത് ജൈവ ചോദിക്കണം. എന്താടാ, എന്തായി കൊച്ചു വെളുപ്പാൻ കാലത്ത്? നിന്നെ അലൻ വിളിച്ചായിരുന്നോടാ? ഇല്ലല്ലോ. എന്താടാ? നീ വന്നേ. അവന്റെ അച്ഛനും
പെട്ടെന്ന് കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ. അവരെന്താ പോവാ? ഒരു മുന്നറിയിപ്പില്ലാതെ എത്ര പെട്ടെന്ന്. അതേടാ, വീട്ടു സാധനങ്ങളൊക്കെ പിന്നെ കൊണ്ടുപോകുന്നു. യാത്രയൊക്കെ നമ്മൾ പോകണ്ടെന്ന് അവൻ പറയുന്നത്. അവനത് സഹിക്കാൻ പറ്റില്ല. എനിക്കും അവൻ സഹിക്കാൻ പറ്റില്ലടാ. പക്ഷെ പോവാതിരുന്ന എങ്ങനെ? അവനൊന്ന് കാണണ്ടേടാ. അതെടാ, എനിക്ക് കാണണം അവനെ. അതെ, എത്ര മണിക്കാ ട്രെയിൻ? 7 മണിക്ക്. ഇനി 5 മിനിറ്റല്ലേ ഉള്ളൂ. വേഗം പോവാം. ദൂരെ എന്നാലും ഒന്ന് കണ്ടാൽ മതിയാണ്. അതെ, ട്രെയിൻ. പോയല്ലോടാ. ഒരു നോക്ക് പോലും കാണാൻ പറ്റാതെ. എന്തെങ്കിലും വരുവാ നമ്മുടെ അല്ലായിട്ട്. എത്ര നാളെ കണ്ടിട്ട്? കുറച്ച് ബിസി ആയിരുന്നടാ. ഇവിടെ ആരുണ്ട്? എല്ലാവരും കൂടെ കല്യാണം കഴിക്കണം. ഒരു കോള് പോലും ഇല്ലാതെ ഇത്രയും നാൾ എന്ത് പറ്റിയതാ എനിക്ക്? ബിസി പോയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ 2 വർഷം. മുൻപൊക്കെ ഒരു നിമിഷം പോലും നമുക്ക് പിരിക്കാൻ പറ്റില്ല. ഇതിന് മാത്രം എന്ത് തിരക്കാണ്? ഡാഡിയുടെ ജോലി തിരക്ക് എനിക്ക് അറിയാമല്ലോ. അവിടെ ട്രാൻസ്ഫർ, ഇവിടെ ട്രാൻസ്ഫർ, അതുകൊണ്ടാടാ. അതൊക്കെ പോട്ടെ, നമ്മുടെ സ്റ്റീഫൻ വിളിക്കാറുണ്ടാടാ. പിന്നെ നീ പോയ പിന്നെ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. അവൻ എപ്പോഴും പറയും നീ വിളിക്കാറുണ്ട്. ഭയങ്കര പരാതിയാടാ. എന്താണത്? ഇതെന്റെ നെറ്റിയിലൊരു മുറിവ്. എന്താടാ? തോന്നില്ലടാ. ബാർബയുടെ പട്ടത്തിൽ ചെറിയ ആക്സിഡന്റ് ആയി. കുറച്ച് വെള്ളം കൊണ്ടോ. ശരിയാ, നീ വരൂ, ഞാൻ എടുത്തു തരാം. ഹലോ, എന്നോട് എവിടാ? അതെ, റിനോയാണ്. ആരാണ്? ഞാൻ സ്റ്റീഫനാണ്. എന്താണ്? എന്താ നീ വല്ലാതിരിക്കുന്നത്? നമ്മുടെ അലനെന്ത് പറ്റി? അവൻ പട്ടത്ത് വെച്ച് അവന്റെ ബൈക്ക് ഒരു കാറുമായിട്ട് ഇടിച്ചടാ. അവൻ മരിച്ചു.